ഹലോ, അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി കണ്ടാലോ? ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോട്ട് വെച്ചിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം മസാലപ്പൊടി, ഗരം മസാലയും ചിക്കൻ മസാല ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതവിടെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കുക. ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഏലം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം 2 സവാള, ചെറിയ സവാളയാണ് കേട്ടോ, 2 സവാളയും ഒരു വലിയ പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. നല്ല നമ്മളെ എന്താ പറയുക, മാമമാരുടെ കാലങ്ങളിലെല്ലാം കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടല്ല ടേസ്റ്റ് കൂട്ടുന്നത്. അതൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. അതവിടെ ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികൾ ഇതുപോലെ ഒരു ജാറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഉമ്മമാരുടെ കാലത്തൊക്കെ അമ്മിക്കല്ലിലാണല്ലോ അവർ അരച്ചിട്ട് കറി ഉണ്ടാക്കിയത്. നമുക്കിപ്പോൾ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതുപോലെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പഴയ കാല കറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതൊരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് അരക്കുന്ന ടൈം കൊണ്ട് നമ്മളെ വെജീസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ എന്താ പറയുക ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ടതിന് ശേഷം ഈ വെജീസും ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത് വെച്ച പൊടികളൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, നമ്മളെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് എന്താ പറയുക പഴയ കാല രുചി കിട്ടാനും വേണ്ടിയിട്ടൊന്ന് അരച്ചെടുത്തില്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. അങ്ങനെ ഞാൻ അരവെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കി ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് മീഡിയം ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്ന വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലും മല്ലിയിലും ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.